സംസ്ഥാനത്ത് ആശങ്ക വിതച്ച അമീബിക് മസ്തിഷ്ക ജ്വര വ്യാപനത്തിൽ ഒടുവിൽ വിദഗ്ധരുടെ സഹായം തേടി ആരോഗ്യവകുപ്പ്. ICMR-മായി ചേർന്ന് സംയുക്ത പരിശോധന നടത്തും. രോഗബാധയുടെ കാരണങ്ങളും ഉറവിടവും കണ്ടെത്താൻ സാധിക്കാത്തത് വലിയ വിമർശനങ്ങൾക്കും കാരണമാകുന്നു. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു. ദിസ്ന, എത്ര ലാഘവത്തോടെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് എന്നതിന് ഇനി മറ്റൊരു തെളിവ് വേണോ? അതായത് എത്ര പേർ മരിച്ചു, അമീബിക് മസ്തിഷ്ക ജ്വര വ്യാപനത്തിൽ എത്ര പേർ ആശങ്കപ്പെടുന്നുണ്ട്, എന്നിട്ടും ഇപ്പോഴാണ് വിദഗ്ധരുടെ സഹായം തേടുന്നത്. കൃഷ്ണ, കേൾക്കാമെങ്കിൽ ആരോഗ്യവകുപ്പ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന വലിയ ആശങ്കയെ ലാഘവത്തോടെ കൈകാര്യം ചെയ്തു എന്നതിൻ്റെ തെളിവല്ലേ ഇത്? ഇപ്പോഴാണ് വിദഗ്ധ സംഘവുമായി അവരുമായി ചേർന്ന് പരിശോധന നടത്താം, ഉറവിടം കണ്ടെത്താം എന്നൊക്കെയുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. കൃഷ്ണരാജ്, ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വലിയ രീതിയിൽ വ്യാപിപ്പിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ ഉന്നത പഠനം നടത്തി ഇതിന്റെ കാരണങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്ന് തന്നെയാണ് വലിയ രീതിയിൽ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളോട് എന്താണ് ഇതിന്റെ ഉറവിടം എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു വിശദീകരണം നൽകുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഏറ്റവും അവിസ്മരണീയം എന്ന് പറയേണ്ടത്, അതായത് അവിശ്വസനീയം എന്ന് തന്നെ പറയേണ്ടത് കൃഷ്ണരാജ്, പ്രധാനമായും ഇതിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നില്ല എന്നത് തന്നെയാണ്. കൃത്യമായി എത്ര പേർ മരിച്ചു, അല്ലെങ്കിൽ എത്ര പേർ ഇപ്പോഴും രോഗബാധിതരായി ചികിത്സയിൽ തുടരുന്നു, അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങളോടുകൂടി കഴിയുന്നവർ എത്ര പേരുണ്ട് എന്നതുപോലും കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ കേന്ദ്ര സംഘത്തിൻ്റെ പരിശോധന ഉണ്ടാവുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കോഴിക്കോട്, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിവിധ ഇടങ്ങളിൽ പരിശോധനകൾ ആരംഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ ഓമശ്ശേരി, അന്നശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെയും പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന വിവരം തന്നെയാണ് കൃഷ്ണരാജ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ശക്തമായ പരിശോധനകൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ രോഗത്തിന്റെ ഉറവിടം, അതോടൊപ്പം തന്നെ രോഗബാധിതർ, ഇതിന്റെ ലക്ഷണങ്ങൾ എന്നിവയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിശോധന നടത്തുകയാണ് ഈ സംഘത്തിന്റെ തീരുമാനം എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്, അതായത് നമ്മളെല്ലാം ഒരു പരിധിവരെ കരുതിയിട്ടുണ്ടാകണമല്ലോ ഇങ്ങനെ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന വലിയ ആശങ്ക പടരുന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാകുമെന്ന്. ഇതിപ്പോൾ ഇതുവരെ ഒന്നും ചെയ്തില്ല. ഇനി ഉറവിടം കണ്ടെത്താൻ ഒരു പരിശ്രമം എന്ന നിലയ്ക്ക് അപ്പോൾ എന്തായിരുന്നു പ്രശ്നം? ഒരു വിദഗ്ധ സംഘത്തെ കൂടെ കൂട്ടാൻ എന്ത് തടസ്സമാണുള്ളത്? കൃഷ്ണരാജ്, എന്തോ സാങ്കേതികമായി ചില കേട്ടിരുന്നില്ല, ഒന്നുകൂടി ചോദ്യം ആവർത്തിക്കാമോ? അതായത് എല്ലാവരും കരുതിയിട്ടുണ്ടാകുമല്ലോ ആരോഗ്യവകുപ്പ് വലിയൊരു ആശങ്കയാണ് ഈ രോഗവ്യാപനം എന്നത്. അങ്ങനെയെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടപടിക്രമങ്ങൾ ചെയ്യുന്നുണ്ടാകും ആരോഗ്യവകുപ്പ് എന്ന് എല്ലാവരും പ്രതീക്ഷിക്കും. പക്ഷേ ഇതുവരെ അത് ചെയ്തിട്ടില്ല. ഒരു വിദഗ്ധ സംഘത്തെ രൂപീകരിക്കാൻ, അല്ലെങ്കിൽ അത്തരം വിദഗ്ധരായ ആരോഗ്യ പ്രവർത്തകരെ, ആരോഗ്യ വിദഗ്ധരെ കണ്ടെത്താൻ എന്ത് തടസ്സമാണ് ആരോഗ്യവകുപ്പിന് മുന്നിലുള്ളത്? അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പൊയ്ക്കോളുമെന്ന് കരുതിയിട്ടുണ്ടാകും. തീർച്ചയായും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയോടുൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ പ്രതികരിക്കുമോ, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ഒരു റിലീസ് ഉൾപ്പെടെ അയക്കുവാൻ മാത്രമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ശ്രമിക്കാറ് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നിരവധി കണക്കുകൾ പുറത്തുവിടാത്തത് എന്താണ് എന്നൊരു ചോദ്യവും ആരോഗ്യവകുപ്പിന് മുന്നിൽ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചിരുന്നു. പക്ഷേ കൃത്യമായ കണക്കു വിവരങ്ങൾ തന്നെയാണ് തങ്ങൾ പുറത്തുവിടുന്നത് എന്നൊരു കാര്യം തന്നെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ പലതവണയും പറയുന്നത്. കൃഷ്ണരാജ് സൂചിപ്പിച്ചത് ശരിയാണ്. വലിയ രീതിയിൽ ഈ രോഗം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്നിട്ട് പോലും കൃത്യമായി പറഞ്ഞാൽ ഇതിന്റെ ഉറവിടം എവിടെ എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമം പോലും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ചെന്നൈ ACMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡെമിയോളജിയിലെ വിദഗ്ധരുടെ സഹായമാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് തേടിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ ഈ ഫീൽഡ് തലത്തിലുള്ള ഒരു
പഠനമൊക്കെ തന്നെയും ഈ അമീബിക്കുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിന് നടത്താമെന്ന വിമർശനം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ഇവർ പ്രധാനമായും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളുള്ള ജലസ്രോതസ്സുകളിൽ ആളുകൾ കുളിക്കരുതെന്നും അതോടൊപ്പം തന്നെ അവിടെ ഇറങ്ങരുതെന്നും പറയുന്നു. ആ ജലസാമ്പിളുകൾ ശേഖരിക്കുന്നു, അതിൻ്റെ പരിശോധനകൾ പിന്നീട് എന്തായി, അതിൻ്റെ ഫലം എന്ത് എന്നതുപോലും അറിയിക്കുന്നില്ല എന്ന വിമർശനം തന്നെ ഉയർന്നു വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ഈ ജലസ്രോതസ്സുകളിൽ നിന്നാണ് ഈ രോഗം പടരുന്നത് എന്നൊരു കാര്യം തന്നെയാണ് ആദ്യഘട്ടം മുതൽ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ പ്രധാനമായും എവിടെ നിന്നാണ് ഇതിൻ്റെ ഉറവിടം എന്നത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, ഈ സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും രോഗം ബാധിച്ച ആളുകൾ ഈ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കൃത്യമായ ഉറവിടം കണ്ടെത്താനോ അതിൻ്റെ സാമ്പിളുകളുടെ പരിശോധനാ ഫലങ്ങൾ പുറത്തുവിടാനോ ആരോഗ്യവകുപ്പ് തയ്യാറായിരുന്നില്ല. കൃഷ്ണരാജ്, എന്തായാലും വലിയൊരു പ്രതിസന്ധി നേരിടുന്നു. ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ദിനംപ്രതി വ്യാപിക്കുകയാണ്. പ്രധാനമായും അത് എല്ലാവരിലും പ്രായഭേദമന്യേ ഭൂരിഭാഗം ആളുകളിലേക്കും പടർന്നു പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പഠനത്തിന് മുതിർന്നിരിക്കുന്നത്. പ്രധാനമായും കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ തന്നെ ഇത്തരത്തിൽ ഈ സംഘം എത്തി വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തി എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, മലപ്പുറം എന്നീ ജില്ലകളിലും പരിശോധനകൾ ആരംഭിച്ചു എന്നത് തന്നെയാണ്. ഫീൽഡ് തല പരിശോധനയാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. ജലസ്രോതസ്സുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവിടെ ഇറങ്ങി അതിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ച് കൃത്യമായി പരിശോധനകൾ നടത്തി ഈ സംഘം വിശകലനം ചെയ്യും എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സംഘത്തിനെങ്കിലും പ്രധാനമായും ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ പ്രധാന ഉറവിടം കണ്ടെത്താൻ കഴിയട്ടെ എന്നത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയൂ. അങ്ങനെയാണെങ്കിൽ രോഗ ഉറവിടം എവിടെ നിന്ന് മനസ്സിലാക്കുകയാണ്. അമീബിക് മസ്തിഷ്ക ജ്വര വ്യാപനത്തിൽ ഒടുവിൽ വിദഗ്ധരുടെ സഹായം തേടുകയാണ് ആരോഗ്യവകുപ്പ്. അപ്പോൾ ഇതുവരെ എന്ത് ചെയ്തു എന്ന ചോദ്യം ICMR-മായി ചേർന്ന് സംയുക്ത പരിശോധന നടത്താൻ തീരുമാനിക്കുകയാണ്. ഉറവിടം കണ്ടെത്താൻ സാധിച്ചില്ല എന്ന പരാതി ഉണ്ടായിരുന്നു, വിമർശനമുണ്ടായിരുന്നു. ഇനി ഉറവിടം കണ്ടെത്താമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഇത്രകാലം എന്തെടുക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി, ആരോഗ്യ സംവിധാനങ്ങൾ എന്ന ചോദ്യം വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.